ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടുതുടങ്ങി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാനാണ് പോണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ബോർഡിനകത്ത് ലൈനൊക്കെ വരച്ചിട്ടുണ്ട്. ഇനി 3 നൂലിനകത്താണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ആദ്യം അടിയിൽ നിന്ന് മുകളിലേക്ക് സൂചി കോർത്ത് വലിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതേ പോയിന്റിലേക്കൂടെ തന്നെ സൂചി ഇറക്കിയിട്ട് കുറച്ച് നീക്കിയിട്ട് സൂചി പൊക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊക്കിയെടുക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂല് നമുക്ക് സൂചിയുടെ മുകളിലൂടെ റൗണ്ട് ചെയ്തിടാം. എന്നിട്ട് ആ റൗണ്ടിൻ്റെ ഉള്ളിലേക്കൂടെ നമുക്ക് സൂചി പൊന്തിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ കറക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു റൗണ്ടായിട്ട് സ്റ്റിച്ച് കിട്ടും കേട്ടോ. ചെയിൻ പോലത്തെ ആദ്യത്തെ കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം രണ്ടാമത്തെ ചെയിൻ തുന്നണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുള്ള ചെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ പോയിന്റ് നൂല് വന്നിട്ടുണ്ടല്ലോ, ആ പോയിന്റിലേക്ക് തന്നെ കറക്റ്റ് നമ്മൾ അടുത്ത സൂചി കുത്തി താഴേക്ക് ഇറക്കിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അടുത്ത സ്റ്റിച്ച് പൊന്തിച്ചെടുത്തിട്ട് നമ്മൾ ഇതേപോലെ വട്ടത്തിൽ തന്നെ നൂലിട്ടിട്ട് സൂചി അതിൻ്റെ മുകളിലൂടെ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോയിൽ ഇത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് അറ്റത്ത് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. കെട്ടിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള നൂല് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 3 നൂലിനകത്താണ് ചെയ്യണേ കേട്ടോ. ഒരറ്റം മാത്രം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ചെയ്യണേ കേട്ടോ. സാധാരണ പോലെ സ്റ്റിച്ചിങ് ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഇതിന് നമ്മൾ 3 നൂല് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ മോട്ടീഫിനകത്ത് ഒരു പടമൊക്കെ വരച്ചിട്ട് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ റിങ്ങിനകത്ത്. ഇനി നമുക്ക് റെഡ് കളറിലും ഗ്രീൻ കളറും നൂലെടുത്തിട്ടാണ് ചെയ്യുന്നത്. തക്കാളിയുടെ ഡിസൈനാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പോലെ അടിയിൽ നിന്നും മുകളിലേക്ക് സൂചി കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ആ പോയിന്റിൽ കൂടി തന്നെ സൂചി താഴേക്ക് ഇറക്കിയിട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് സൂചി മുകളിലേക്ക് എടുക്കുക കേട്ടോ. എന്നിട്ട് നൂല് റൗണ്ട് പോലെ ഇട്ടിട്ട് അതിലേക്കൂടിയാണ് നമ്മൾ സൂചി മുകളിലേക്ക് കോർത്തെടുക്കേണ്ടത്. ഇപ്പോൾ അതേ കെട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം കെട്ടപ്പം എങ്ങനെ തീർക്കണേന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരതൊക്കെ കാണാം കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കളയാണ്ട് നമുക്ക് കെട്ട് തീർക്കാൻ പറ്റും. അപ്പോൾ അത് കറക്റ്റ് കണ്ടിട്ട് കാണാം കേട്ടോ. മുമ്പ് കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കണ്ടിട്ട് വരണം കേട്ടോ. അതൊക്കെ ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ സ്റ്റിച്ചും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ റൗണ്ടിൽ തക്കാളിയുടെ ഭാഗം ഞാൻ റെഡ് കളറിൽ ഫുള്ളായിട്ട് തുന്നിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് അതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഫുള്ളും ചെയ്തതിന് ശേഷം ഗ്രീൻ കളർ വെച്ചിട്ട് തക്കാളിയുടെ മുകളിലുള്ള ഗ്രീൻ കളർ ഭാഗം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതും ഞാൻ ചെയിൻ സ്റ്റിച്ച് പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റിച്ച് പഠിക്കുമ്പോൾ അതേ സ്റ്റിച്ച് തന്നെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും, പഠിക്കാൻ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ റെഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഗ്രീൻ കളർ നൂലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ റെഡ് കളർ നൂലെടുത്തത് 3 നൂല് തന്നെയായിട്ടാണ് എടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഗ്രീൻ കളർ നൂലെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരറ്റത്ത് മാത്രം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് സാധാരണ ചെയ്യണ പോലെ ഇതേപോലത്തെ ഡിസൈനിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ഔട്ട്ലൈൻ സ്റ്റിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മുമ്പിലെ തന്നെ. ഏത് പടത്തിലും നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള പടത്തിൽ ഇഷ്ടമുള്ള കളർ നൂല് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ദേ തക്കാളിയുടെ ഞാൻ ഒരുവിധം ചെയ്ത് കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഒരു തക്കാളീനെ അപ്പോൾ കുറച്ച് തക്കാളികളുടെ പടം ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് മുഴുവനും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഒരു തക്കാളി ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അവസാനം വരുമ്പോൾ സ്റ്റിച്ചുകൾ കറക്റ്റായിട്ട് തന്നെ ഇട്ടതിന് ശേഷം കെട്ടൂല നമ്മൾ ബാക്ക് സൈഡിൽ, അത് കറക്റ്റ് നമ്മൾ കെട്ടി വയ്ക്കുക. അത് അഴിഞ്ഞു പോവാത്ത രീതിയിൽ നമ്മൾ കെട്ടാട്ടോ. അഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് മുഴുവനും അഴിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് നല്ല ഫിറ്റിൽ തന്നെ ആയിട്ട് അത്യാവശ്യം അധികം തുണിക്ക് വലിച്ചലൊന്നും വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ അഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതേ ഫുള്ളായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാത്രം കേട്ടോ. ഫുള്ളായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-1 തക്കാളികൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നൂല് ഇത്തിരി ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ അത് അവസാനിക്കാറാവുമ്പോഴാണ് നൂല് കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഞാൻ സൂചി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ സൂചിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത്രയുള്ള സൂചി ആകുമ്പോൾ നമ്മൾക്ക് കെട്ടിടാനൊന്നും തികയില്ല. അതുകൊണ്ട് ഞാൻ സൂചി മാറ്റുന്നുണ്ട്. സൂചി മാറ്റണേൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സൂചി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. 3 നൂലിനകത്ത് കൊള്ളാൻ പറ്റണ ഏത് സൂചി വേണമെങ്കിലും ഉപയോഗിക്കാം. 6 നൂല് കൊള്ളുന്നുണ്ടെങ്കിൽ ഏത് സൂചി വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അത്രയും വന്ന സൈസായിട്ടുള്ള ഞാൻ സൂചി എടുത്തേട്ടാ. അപ്പോൾ അത് ഞാൻ കുറച്ച് നൂലുള്ള കാരണം ഞാൻ സൂചിയുടെ വലുപ്പം ഒന്ന് കുറച്ചതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതേ സൂചി ചെറുതാക്കിയിട്ട് ഞാനൊക്കെ ചെയ്തെടുക്കണം കേട്ടോ.
നമ്മുടെ നൂല് ഉണ്ടല്ലോ 6 നൂലുള്ളൂ, അത് ആ സൂചിയുടെ ഉള്ളിൽ കൂടെ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കറക്റ്റ് കിടക്കണം. അതിനാണ് നമ്മൾ ആ നമ്പറുള്ള സൂചി തന്നെ എടുത്തേട്ടാ. അപ്പോൾ ഏത് നമ്പറിലുള്ള സൂചിയാണെന്നുള്ളതൊക്കെ ഞാനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എംബ്രോയിഡറിയുടെ, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരും വിശദമായിട്ട്. അപ്പോൾ കുറച്ചൊക്കെ നൂലുള്ളപ്പോൾ അവസാനിക്കാറാവുമ്പോൾ ഇങ്ങനെ കഴിയണമെങ്കിൽ നമുക്ക് സൂചി മാറ്റിയിട്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ സൂചിയുടെ ഉള്ളിൽ നിന്ന് നൂല് എപ്പോഴും അഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തുന്നുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് അത് അവസാനിക്കുന്ന വരെ കുറച്ച് ഉള്ളതാണെങ്കിലും ഇതേപോലെ നമുക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. അതേ നൂല് അഴിഞ്ഞു പോയി എൻ്റെ. അപ്പോൾ എങ്ങനെയെങ്കിലും നൂല് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. തീരെ ചെറിയ ഹോളാണ് അതിൻ്റെ കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കയറ്റി കൊടുത്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ ഫുള്ളായിട്ട്. അപ്പോൾ അതേ ഫുള്ളായിട്ട് എടുക്കണതിൻ്റെ ഇടയിൽ ലാസ്റ്റത്തെ ഞാൻ ചെയ്യുമ്പോൾ വീണ്ടും നൂല് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ നൂലെടുക്കാൻ നോക്കാം. പക്ഷേ കൂടുതൽ നൂലെടുത്താൽ വേറൊരു കാര്യമുണ്ട്, നൂല് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്, എപ്പോഴും കെട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നൂല് കുറച്ചെടുക്കണേ കേട്ടോ. അപ്പോൾ കുറേ നൂല് കെട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നൂല് വേസ്റ്റ് ആവും. അപ്പോൾ എങ്ങനെയോ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കുഞ്ഞു നൂലിനകത്ത്. ഇതേ കുറച്ച് ലാസ്റ്റത്തെ പോയിന്റിലേക്ക് ഇറക്കണുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ നൂല് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി സൂചി അതിൽ നിന്ന് ഞാൻ വലിച്ച് ഊരി എടുത്തിട്ടാ. ഇനി നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. നൂല് തന്നെ എടുത്ത് നമുക്ക് സാധാരണ കെട്ടാനറിയാമല്ലോ, കുറച്ച് നൂലാണെങ്കിൽ നമുക്ക് കെട്ടാനറിയാം, അതുപോലെ നമുക്ക് കെട്ടാട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ സൂചി മാറ്റണേ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്, ഫ്രണ്ട് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.